ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനിലായിരുന്നു. സോ ആ സമയത്ത് കുക്കിക്കാണെങ്കിൽ പിന്നെ ഉറങ്ങണം, പിന്നെ ഞാൻ അവളുടെ കൂടെ പോയി ഉറങ്ങണം. കുറേ നേരം ഉറങ്ങി. അങ്ങനെ അപ്പോഴത്തേക്ക് ചിക്കനൊക്കെ മാരിനേറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചു, സാധനങ്ങളൊക്കെ അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. സോ അത് കഴിഞ്ഞിട്ടും എന്താണ് ചിക്കൻ വെക്കാനുള്ള സമയത്തും ഇവളാണെങ്കിൽ മമ്മ എനിക്ക് ഇനി ഉറങ്ങണം, എന്നെ അവിടെ നിന്ന് വിടുന്നില്ല. സോ നമുക്ക് ഈ ഒരു കാലഘട്ടത്ത് അഥവാ സമയത്ത് നമുക്ക് അവരെ പിടിച്ചിരുത്താൻ വേണ്ടിയുള്ള സംഭവമാണ് വാട്ടർ പ്ലേ എന്ന് പറയുന്നത്. സോ അങ്ങനെ കുറച്ച് നാളുകളായി ഞാനിത് ശ്രമിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് വെരി ഇഫക്റ്റീവ്. സോ യു ഗൈസ് ക്യാൻ ഓൾസോ ട്രൈ ദാറ്റ്. ലൈക്ക് നമുക്ക് സമാധാനമായിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ എന്താ വേണം? കപ്പും കൂടെ വേണോ? കപ്പെല്ലാം ഉണ്ടല്ലോ. ഡാഡ കുറേ സാധനങ്ങൾ അരിഞ്ഞു വെച്ച്. ഒരു കപ്പ് ഉണ്ടോ നോക്കട്ടെ, ഒരു മിനിറ്റ്. ഉണ്ടോ? അവർക്കിപ്പോൾ കപ്പും കൂടെ വേണം. സോ കുറച്ച് കപ്പൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ കണ്ടോ, എൻ്റെ കപ്പ് കൊണ്ട് പിടിച്ചുകൊണ്ട് ഓടുന്നുണ്ടോ? അപ്പം ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇത് ആക്ച്വലി ഇപ്പം വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, കാണിക്കാം. അപ്പോൾ ഗൈസ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ആക്ച്വലി കുറേ ഇവിടെ കിടക്കുമായിരുന്നു എൻ്റെ ടോയ്സ്. അവളിതെല്ലാം എടുത്ത് ഇതിനകത്തിട്ടു അല്ലേ. പിന്നെ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചതാ ഒരു കപ്പ് ചോദിച്ചു. പിന്നെ വേറെ കപ്പിനകത്ത് കുറച്ച് അരിഞ്ഞൊക്കെ വെച്ചേക്കുക, കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഇവർക്ക് ചെറിയ രണ്ട് ഇത് വെള്ളമൊക്കെ ഒഴിച്ച് കളിക്കാൻ വേണ്ടി കൊടുത്തായിരുന്നു. പിന്നീട് അവൾ വീണ്ടും കപ്പ് ചോദിച്ചപ്പോൾ അത് കൊടുത്തു. എടി നീ ഇങ്ങോട്ടൊന്ന് കാണിക്കടി ബേബീസിനെ. പിന്നെ ഇത് നമ്മൾ ബക്കറ്റ് ബിരിയാണി ഓഫറിന് കിട്ടിയ വലിയ ബക്കറ്റാട്ടോ. എനിക്ക് ബക്കറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ എന്തേലും വെക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവളെ അടിച്ച് മാറ്റിക്കൊണ്ട് പോയി. അങ്ങനെ ഇവിടെ കിച്ചൺ സെറ്റിൻ്റെ മുട്ടയും അതുപോലെ തന്നെ ഒരു ജാപ്പനീസിൻ്റെ എന്തോ കിച്ചൺ സെറ്റായിരുന്നേ. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ കബാബും അങ്ങനത്തെ ടൈപ്പ് കുക്കിംഗ് ഗ്യാസ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫോർക്ക്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളാണിത്. പിന്നെ കുറച്ചൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെജിറ്റബിൾസൊക്കെ ബ്ലോക്ക്. പിന്നെ അവൾ തന്നെ കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നു. അപ്പം ഇതൊക്കെ വെച്ച് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് തന്നെ കളിച്ചോളും ഗൈസ്. അപ്പം എത്ര നേരമാണെങ്കിലും അവളിങ്ങനെ ഇരുന്നോളും. പിന്നെ ഞാനാണെങ്കിൽ ഇതാണെങ്കിൽ ഇതുപോലൊരു കഴുകാനൊക്കെ ഉള്ള ഒരു ഡ്രസ്സും കൂടെ ഞാൻ കൊടുത്തേക്കും, ഒരു തുണി. നമ്മൾ അടുത്ത് കഴുകാൻ പോകുമ്പോൾ അതും കൂടെ ഇട്ട് കഴുകും. അപ്പോൾ അത് ഒരു ഉണങ്ങിയിരിക്കുന്ന തുണിയും കൂടെ ഞാൻ കൊടുക്കും. അപ്പോൾ ആ സമയത്ത് ഇവിടെ എന്തെങ്കിലും വെള്ളം വല്ലതും വീണിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും കുക്കി അത് വെച്ചിങ്ങനെ തുടക്കണേന്ന്. ഈ സമയത്ത് ഇപ്പോൾ അവൾ കളിച്ചുകൊണ്ടിരുന്നപ്പം ഇവിടെ കുറച്ച് വെള്ളം വീണായിരുന്നേ. അപ്പോൾ അവൾ തന്നെ ആ തുണി എടുത്തിട്ട് ഇവിടെ എല്ലാം വെച്ച് ഒപ്പി നീറ്റാക്കി എന്നിട്ട് അങ്ങോട്ട് മാറ്റിയിടും. എന്നിട്ട് വീണ്ടും അവളുടെ കളിയൊക്കെ തുടങ്ങും. എന്നിട്ട് ഇങ്ങനെ അവൾ ഒരെണ്ണം എടുത്ത് അതിനകത്ത് അപ്പുറത്തോട്ടിടും, വെള്ളം വെച്ച് കളിക്കും. പിന്നെ ഈ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വെച്ച് കളിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ടൈം ഇങ്ങനെ കളിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ ജോലിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. കുക്കി വായിൽ വെക്കരുത്, വായ വെക്കാനുള്ളതല്ല മമ്മ തന്നത് കേട്ടോ. അമ്മ കളിക്കാൻ വേണ്ടിയുള്ള വെള്ളമല്ല തന്ന, പൈപ്പിലെ വെള്ളം. ഇത് കുടിക്കുന്ന വെള്ളമല്ല, കളിക്കാനായിട്ടാണ്. കണ്ടോ, ഇവിടാണ് നേരത്തെ വെള്ളം വീണത്. അപ്പോൾ അവൾ തന്നെ ആ തുണിയൊക്കെ വെച്ച് തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒത്തിരി വെള്ളമൊന്നും പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തെന്നിയൊക്കെ വീഴും. അപ്പം സ്പൂൺ വേണോ നോക്കട്ടെ. അങ്ങനെ അവൾ സ്പൂൺ ചോദിച്ചപ്പം ഞാൻ നേരത്തെ സ്പൂൺ കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇവൾ ഇനി ഇതൊക്കെ എടുത്ത് കുടിച്ചാലോ എന്ന് വെച്ചാൽ കൊടുക്കാൻ. പിന്നെ ഇപ്പം ചോദിച്ചത് കൊണ്ട് ഞാനത് കൊടുത്തു. ഓക്കെ, സ്പൂൺ അമ്മ തന്നു, പക്ഷേ അത് സൂക്ഷിച്ച് കളിക്കണം. അത് ഫോർക്കിനകത്ത് ഒഴിച്ചാൽ അത് താഴെ വീഴും, അത് സ്പൂണല്ലല്ലോ. അപ്പം ഇങ്ങനെ സ്പൂണിനകത്തൊക്കെ അവൾ കോരി ഒക്കെ ഒഴിക്കും കേട്ടോ. അപ്പോൾ അവിടെ ഓക്കെ എന്തോ ഉണ്ടാക്കുന്നേ. ഇതിനകത്ത് ആദ്യം വെള്ളം ഒഴിക്കണം. ഓക്കെ, പിന്നെ ഇത് ഇവിടുത്തെ തൈര് പാട്ടയാണ് കേട്ടോ. അപ്പം ഇവിടുത്തെ തൈര് പാട്ടയിൽ തന്നെ നമുക്ക് കുറേ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. നല്ല സ്ട്രോങ് ആയിട്ടുള്ള തൈര് പാട്ടയാണ്. പിന്നെ ഇപ്പോൾ എന്താ ഉണ്ടാക്കുന്ന കുക്കി?
ആ കഴുകിയിട്ട് വീണ്ടും അതിനകത്തോട്ട് ഇടണം. ആ പിന്നെ ഇതിനകത്തുള്ളതൊക്കെ ഇങ്ങോട്ട് ഇടണം അല്ലേ? കൊഞ്ചൊക്കെ ഉണ്ടല്ലേ? ഓരോ സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കാമോ അമ്മയ്ക്ക്? എന്തൊക്കെയാണ് ഐറ്റംസ്? ആ ഇതെന്തുവാ? ഐസ്ക്രീമാണിത്. വായിൽ പോവും. വായിൽ വെക്കണ്ട, നമ്മൾ കളിച്ചാൽ മതി. ഓക്കെ, വേറെ എന്തൊക്കെയുണ്ട്? ഈ സാധനം എന്തുവാ ഇത്? മുട്ട. കമ്പിളിൽ കുത്തി വെച്ചേക്കുവാ മുട്ട പുഴുങ്ങിയത്. പുഴുങ്ങാൻ കാണിക്കത്തില്ലേ ബേബീസിനെ? പഠിപ്പിക്കണ്ടേ? അതെന്തുവന്ന് കാണിച്ചു കൊടുക്കുക. അതെന്താ സാധനം? അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അത് അത് ഞണ്ടല്ല, ഇത് കൊഞ്ച്. കൊഞ്ച് കടിക്കോ? അത് ശരി. ആ കൊഞ്ചിൻ്റെ ഇംഗ്ലീഷ് എന്തോന്നറിയോ? പ്രോൺസ്. പറഞ്ഞേ. പ്രോൺസിൻ്റെ ഈ കളർ ഏതാ? ഓറഞ്ച്. അടുത്ത വേറെ എന്തോ ഉണ്ട് ബേബീസിനെ കാണിക്കാൻ കുക്കിയുടെ ബക്കറ്റിനകത്ത്? സ്ട്രോബെറി ഉണ്ടല്ലേ? വാ, കുക്കിക്ക് കളിപ്പാട്ടമുണ്ട്. സ്ട്രോബെറി, ഫ്രഷ് സ്ട്രോബെറി ഡാഡ വാങ്ങിച്ചു. പിന്നെ ഫ്രോസൺ സ്ട്രോബെറി ഉണ്ടല്ലേ? കടേന്ന്. കുക്കുടുക്കട. ഇത് കളിക്കുന്ന വേറെ എന്തോ ഉണ്ട്. ആ ബിഗ് ബിഗ് ബിഗ്. ആ അത് നമ്മൾ ഫ്രഷ് ബനാനയും ഫ്രഷ് വെജിറ്റബിൾസും ഒക്കെ നമ്മൾ കഴുകണം. ബനാന കഴുകിയില്ലെങ്കിലും അതൊന്നും വായി വെക്കരുത്. കുക്കി ബീച്ചിൽ കൊണ്ടുപോയതല്ലേ, അതിനകത്ത് മണ്ണൊക്കെ ഇതായിരിക്കുന്നു. വായി വെക്കാതെ. ബേബീസ് കാണുമ്പോൾ പറഞ്ഞു കൊടുക്കണ്ടേ? ബേബീസിൻ്റെ അടുത്ത് എന്തോ പറയണം? കളിക്കുന്നതൊന്നും വായി വെക്കരുത്. ആ സ്ട്രോബെറി കൊണ്ടുവന്നാൽ തിന്നുന്ന സ്ട്രോബെറി കഴുകണം. പറ. കഴുകണം. എപ്പോഴും നമ്മൾ കഴുകണം. ഇല്ലെങ്കിൽ അതിനകത്ത് പുഴുവും മരുന്നുമുണ്ട്. ആ ഇനി അടുത്തത് എന്തുകൊണ്ട് ബക്കറ്റിനകത്ത്? മേ കാണിക്കണേ. ആ ഇതെന്തുവാ ഇത്? ഒരു ഉള്ളിയുടെ കബാബാന്ന് തോന്നുന്നല്ലോ. ഉള്ളി. പറഞ്ഞേ. ഉള്ളി. പിന്നെ വേറെ എന്തുകൊണ്ട് അടുത്തത്? വാവ്, ഇതെന്ത് സാധനം? കറക്റ്റ്, ക്യാരറ്റ്. ഇത് കളിക്കുന്ന ടോയ് ക്യാരറ്റാ. പറഞ്ഞേ. ടോയ് ക്യാരറ്റ്. ക്യാരറ്റിന്റെ കളർ ഏതാ? ഓറഞ്ച്. വെരി ഗുഡ്. പിന്നെ വേറെ എന്തുകൊണ്ട് ബക്കറ്റിനകത്ത്? വാവ്, ഇതിന്റെ പേരെന്തോ ഈ വെജിറ്റബിളിന്റെ? വെരി ഗുഡ്. ബ്രിഞ്ചാളിന്റെ കളർ എന്തുവാ? വെരി ഗുഡ്. അടുത്ത എന്തുകൊണ്ട് ബക്കറ്റിനകത്ത്? വാവ്, ഇതൊരു ഫ്രെയിമാണ്. സ്റ്റൗവിൽ വെക്കുന്ന ഒരു ഫ്രെയിം. അടുത്ത വെജിറ്റബിൾസും ഫ്രൂട്ട്സും വല്ലതും ഉണ്ടോ? അത് നമുക്ക് കഴുകി നീറ്റാക്കാം. വേറെ എന്തോ ഉണ്ടെന്ന് നോക്ക്. കാണിച്ചു തരാമോ? ഓക്കെ. എന്തൊക്കെ സാധനമുണ്ട്. ഹൈന. ഹൈനായും വെള്ളത്തിൽ മുങ്ങിപ്പോയോ? ഓക്കെ. വേറെ എന്തുകൊണ്ട്? ഓ, ഇതൊരു
ട്രേ, ഡിസൈനുള്ള ട്രേ. കറക്റ്റ്. അത് വെച്ചോ. അടുത്ത എന്തുണ്ട്? കൈ മുറിയുവോ? ഒത്തിരി ഇങ്ങനെയൊക്കെ കളിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിയ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ കൈ മുറിയും, സൂക്ഷിക്കണേ. ഇതെന്തുവാ അത്? ബ്ലോക്ക്. അതേത് കളറാണ് ആ ബ്ലോക്ക്? പച്ചയുടെ ഇംഗ്ലീഷ് എന്തുവാണ്? ഗ്രീൻ. വെരി ഗുഡ്. വേറെ എന്തുകൊണ്ട്? അടുത്ത ഇനി ഉണ്ടോ അതോ കഴിഞ്ഞോ? ഇത് സിംഗിൾ ബ്ലോക്ക്. ഏത് കളറാ? വെരി ഗുഡ്. ഇനി എന്തേലും ഉണ്ടോ? ഇതെന്തോന്നറിയാവോ? കബാബിന്റെ ട്രേയില് പിടിക്കുന്ന സാധനം അത്. കൈപ്പിടി. ഓക്കെ, ഹാൻഡിൽ അത്. ഓക്കെ, അടുത്ത എന്തുണ്ട്? എന്തേലും ഉണ്ടോ? ഓക്കെ, ബേബീസ് എല്ലാവരും ഇച്ചിരി വെള്ളത്തിൽ കളിക്കണേന്ന് പറ. ഒത്തിരി വെള്ളത്തിൽ കളിക്കല്ലേ പറഞ്ഞേ. ഇച്ചിരി വെള്ളത്തിലേ കളിക്കാവൂ. ഓക്കെ, മമ്മാസിൻ്റെ അടുത്ത് എല്ലാം കുറച്ച് വെള്ളം തരാൻ പറയണേ. ഓക്കെ, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. പറയത്തില്ലേ ബേബീസിൻ്റെ അടുത്ത്? സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ. ബേബീസിനോ? ഒരു ഉമ്മ കൂടെ കൊടു.